ഇറാൻ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഇറാനെ അവഗണിച്ചുകൊണ്ട് ഇസ്രയേലിനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇസ്രയേലിന് പ്രാധാന്യം നൽകുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു നയതന്ത്രമല്ല. ഇസ്രയേൽ എന്ന് പറയുന്നതും ഇസ്രയേലിൻ്റെ ബന്ധങ്ങൾ നല്ലതാണ്. ആരും അത് മോശമാണെന്ന് പറയില്ല. മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ നമുക്ക് ഇസ്രയേലുമായി നീണ്ടകാലമായ ഒരു സിവിലൈസേഷണൽ കണക്ഷൻ തന്നെയുണ്ട്. ഉം. ഈ ജുദൈസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ വന്ന് അവർക്ക് നമ്മൾ സ്വാഗതം നൽകിയ കാലഘട്ടം തൊട്ട് അതെ. അവരുമായി നമുക്കൊരു ബന്ധമുണ്ട്. ഉം. പക്ഷേ പശ്ചിമേഷ്യ മുഴുവൻ എടുത്തു നോക്കിയാൽ ഇസ്രയേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. ഈ ഒരു ഡിഫൻസ് ടെക്നോളജിയിലല്ലാതെ അത് നമുക്ക് ചില പ്രധാനപ്പെട്ട ടെക്നോളജികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ചിലതെല്ലാം ഇന്ത്യയിൽ ചിലപ്പോൾ ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ റീസൺസിന് വേണ്ടി മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറയാമെന്നല്ലാതെ അത് ബാക്കി ഗൾഫ് രാജ്യങ്ങളിൽ നമുക്കുള്ള ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇറാനിൽ നമുക്കുള്ള ഒരു നീണ്ട കാലത്തെ സിവിലൈസേഷണൽ, റിലിജിയസ്, പീപ്പിൾ ടു പീപ്പിൾ, എക്കണോമിക് ആൻഡ് കമേഴ്ഷ്യൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, പാകിസ്ഥാൻ്റെ നെയ്ബറായിരിക്കുന്ന ഇറാൻ, അഫ്ഗാനിസ്ഥാൻ്റെ നെയ്ബറായിരിക്കുന്ന ഇറാൻ, ഈ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. സോ ഇറാൻ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഇറാനെ അവഗണിച്ചുകൊണ്ട് ഇസ്രയേലിനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇസ്രയേലിന് പ്രാധാന്യം നൽകുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു നയതന്ത്രമല്ല.